വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദ്വേഷമുണ്ടാക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിട്ട കോളേജ് അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ കെ അബ്ദുൾ റിയാസിനെതിരെ യൂത്ത് കോൺഗ്രസാണ് പരാതി നൽകിയത്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അസ്ലം, ഈ അധ്യാപകൻ എന്ത് ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്? ഈ പരാതിയിൽ എന്താണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്? ദിവ്യ, തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ്, തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലാണ് 26 കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ തീയതി കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗ് പ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത്. അന്ന് തന്നെ അത് വാർത്തയാവുകയും യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകുകയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല, അതിലൊരു അദ്ദേഹം കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അതേസമയം ഒരു അധ്യാപകർ നിരക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയുണ്ടായിരുന്നു. മാത്രമല്ല, ആളുകളെ കൊല്ലുമെന്ന രീതിയിൽ ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പോലീസിൽ ഒരു വശത്ത് പരാതി നൽകി അതിൻ്റെ നിയമ നടപടി ഒരുവയ്ക്ക് പോവുകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽക്കിഫിലെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്കും കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടർക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഒരു കോളേജ് അധ്യാപകർ എന്ന നിലയിൽ സ്വീകരിക്കേണ്ട അച്ചടക്കപരമായ സമീപനമല്ല അദ്ദേഹം സ്വീകരിച്ച. അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഒരു അധ്യാപകർ എന്ന നിലയിൽ സ്വീകരിക്കേണ്ട ധാർമ്മിക സമീപനം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ പോസ്റ്റും ഈ നടപടിയും ഗൗരവം പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.